ദീപക്കിന് നല്ല സാലറി ഉണ്ടായിരുന്നു. അതുകൊണ്ട് കല്യാണം കഴിഞ്ഞ 1 വർഷത്തിനുള്ളിൽ പ്രിയ ഭർത്താവിന്റെ വീട്ടിൽ നിന്നും മാറി. അവർക്ക് വേണ്ടി ഒരു വലിയ ഫ്ലാറ്റും വാങ്ങി. അവിടെ വലിയ 3 റൂമും വലിയ അടുക്കളയുമുണ്ട്. അങ്ങനെ തന്റെ അടുക്കള വളരെ വലുതാണെന്ന് ഒരുപാട് തവണ പ്രിയ അഹങ്കാരത്തോടെ ജ്യേഷ്ഠത്തി ജ്യോതിയോട് പറയുമായിരുന്നു. ജ്യോതി ചേച്ചി, ചേച്ചിയുടെ അടുക്കള നല്ല ക്ലീനാണല്ലോ. എപ്പോഴും വൃത്തിയുണ്ട്. എന്റേത് ഇത്ര വൃത്തിയൊന്നുമില്ല. ഇത്രയും ചെറിയ അടുക്കള ആയതുകൊണ്ടായിരിക്കുമല്ലേ ഇത്ര വൃത്തി? അങ്ങനെയൊന്നുമില്ല. എല്ലാം ശീലമാക്കി കഴിഞ്ഞാൽ ചെറിയ സ്ഥലമാണെങ്കിലും നമുക്ക് വൃത്തിയാക്കി വെക്കാൻ പറ്റും. സാധനങ്ങളൊക്കെ അടുക്കി വെക്കുന്നതൊരു ശീലമാക്കണം, അത്രേ ഉള്ളൂ. എന്ത് വൃത്തിയാക്കി വെക്കാൻ? എല്ലാം കൂടി ഒരിടത്ത് വെച്ചാൽ പോരെ? എന്റെ അടുക്കള വന്ന് നോക്ക്, എന്ത് വലുതാ. എന്റെ അടുക്കളയിൽ എല്ലാ തരത്തിലുള്ള ഉപകരണങ്ങളും ഉണ്ട്. ചേച്ചിയുടെ കയ്യിൽ മിക്സി മാത്രമേ ഉള്ളൂ. ഇപ്പോൾ അതുമാത്രം മതിയോ? വർഷേ, നീ എന്റെ വീട്ടിലോട്ട് വാ, അപ്പോ കാണിക്കാം എന്താണ് അടുക്കളയെന്ന്. നീ എപ്പോഴും പറയുന്നുണ്ടല്ലോ വലിയ അടുക്കള എന്ന്. സമ്മതിച്ചു. നമുക്കൊരു കാര്യം ചെയ്യാം. ഒരു ദിവസം മുഴുവൻ നിന്റെ വീട്ടിൽ വന്ന് നിൽക്കാം. അത് ശരിയാ. നാളെ ഞങ്ങൾ നിന്റെ വീട്ടിലേക്ക് വരാം. നാത്തൂനും അമ്മായിയമ്മയും പറയുന്നത് കേട്ട് പ്രിയ ഞെട്ടി. അവൾ മനസ്സിൽ ചിന്തിച്ചു, നാളെ ഇവർ വരുന്നുണ്ടെങ്കിൽ എന്റെ അടുക്കളയൊന്ന് വൃത്തിയാക്കിയിടണം. എന്റെ വലിയ ഇലക്ട്രിക് സാധനങ്ങൾ എന്തെങ്കിലും കേടായതുണ്ടെങ്കിൽ അതെടുത്ത് അടുക്കളയുടെ വെളിയിൽ കളയണം. അല്ലെങ്കിൽ എന്റെ വലിയ അടുക്കള ചീത്തയാകും. ഇവരെ വരുത്താതെ നാളെ ഇതെല്ലാം ചെയ്യാം. പക്ഷെ എങ്ങനെ? ഈ ഐഡിയ കൊള്ളാം. പ്രിയ പറഞ്ഞു നിൽക്കാനായി നല്ല കഴിവുള്ള ആളായിരുന്നു. അവൾക്കവരെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ താല്പര്യമേ ഇല്ല. പ്രിയ ഫ്രണ്ടായ ആച്ചലിനോട് ആ സമയം കോൾ ചെയ്യാൻ പറഞ്ഞു. ആച്ചലും അപ്പോൾ തന്നെ പ്രിയയെ വിളിച്ചു. ഹലോ, നീ നാളെ ഡോക്ടറിന്റെ അപ്പോയിന്റ്മെന്റ് എടുത്തോ? അതിനൊരു ദിവസം പോയി കിട്ടില്ലേ? അത് കഴിഞ്ഞാൽ വേറെ അപ്പോയിന്റ്മെന്റ് ഇല്ലല്ലേ? എന്നാൽ ശരി, നാളത്തേക്കെടുത്തേക്ക്. ഞാൻ വർഷയും അമ്മയും മറ്റന്നാൾ വിളിക്കാം. ശരിയെന്നാ, ബൈ. അമ്മേ, നാളെ എനിക്ക് ഡോക്ടറിന്റെ അടുത്ത് പോകണം. എന്റെ കൂട്ടുകാരിയില്ലേ ആച്ചൽ, അവൾക്ക് ദില്ലിയിൽ ആരുമില്ല. അതുകൊണ്ട് നാളെ അവളുടെ കൂടെ ഡോക്ടറിന്റെ അടുത്ത് പോകാമോന്ന് ചോദിച്ചു. അവൾക്ക് തന്നെ പോകാൻ അറിയില്ലെന്ന്. കുഴപ്പമില്ല നാത്തൂനെ, ഞങ്ങൾ പിന്നെയൊരിക്കൽ വരാം. നിങ്ങൾ മറ്റന്നാളത്തേക്ക് വാ, ഞാൻ വീട്ടിൽ കാണും. ഇല്ല, ഞാൻ ഇന്ന് തന്നെ മടങ്ങിപ്പോവുക. നാളെ അവിടേക്ക് വരാമെന്ന് വിചാരിച്ചാ ഇന്ന് നിന്നത്. ഇനി നിൽക്കണ്ടല്ലോ. മറ്റന്നാൾ വരെ നിന്ന് വരാൻ വയ്യ. ഒരു കുഴപ്പവുമില്ല, പിന്നെ എന്തെങ്കിലും വരാം. നീ വിഷമിക്കണ്ട. കൂട്ടുകാരുടെ ഒപ്പം വേണമെങ്കിൽ പൊയ്ക്കോ. പ്രിയ ഒഴിവ് കഴിവ് പറഞ്ഞു പോയി. ഭർത്തുവീട്ടുകാരെ കാണിക്കാൻ അടുക്കളയവൾ അപ്പോൾ തന്നെ വൃത്തിയാക്കാൻ തുടങ്ങി. 1 വർഷത്തിനു മുൻപ്. പ്രിയേ, ഇന്ന് നിന്റെ ആദ്യത്തെ അടുക്കളയാ. അമ്മ ഹൽവയുണ്ടാക്കാനായി പറഞ്ഞു. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നോട് പറ. സാധനമൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇത്രയും ചെറിയ അടുക്കളയിൽ? എനിക്ക് ഭക്ഷണം ഉണ്ടാക്കാനൊന്നും അറിയില്ല. ഇവിടെ നിൽക്കാൻ പോലും സ്ഥലമില്ല. ഞാൻ വിയർത്ത് കുളിക്കും. ഇത്രയും ചൂടത്ത് നിന്ന് എങ്ങനെ പണിയെടുക്കാൻ പറ്റും? അമ്മയോട് പറഞ്ഞേക്കൂ, ഞാൻ ആദ്യ അടുക്കളയിൽ ഒന്നും ചെയ്യുന്നില്ലെന്ന്. ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കണമെങ്കിൽ എന്റെ അടുക്കള വലുതായിരിക്കണം. നീ എന്തായി പറയുന്നത്? വധുവിന്റെ ആദ്യ അടുക്കള ഒരു ചടങ്ങാണ്. ഇത് ചെറിയ അടുക്കളയാണെന്ന് പറഞ്ഞ് നീ ചടങ്ങ് ചെയ്യാൻ വിസമ്മതിക്കുന്നോ? അയ്യോ, ഞാൻ കല്യാണം കഴിച്ചു വന്നിട്ട് 40 വർഷമായി ഈ അടുക്കളയിലാണ് പണിയെടുക്കുന്നത്. കഴിഞ്ഞ 8 വർഷങ്ങളായി ജ്യോതിയും ഇവിടെയാണ് പണിയെടുക്കുന്നത്. ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല ഇത് ചെറിയ അടുക്കളയാണെന്ന്. നോക്ക്, അടുക്കള എന്ത് ഭംഗിയായിട്ടാ വെച്ചിരിക്കുന്നത് നിന്റെ ജ്യേഷ്ഠത്തി. ചേട്ടത്തി ഈ ചെറിയ അടുക്കളയിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനെന്തിനാ ഈ ചെറിയ അടുക്കളയിൽ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്? ഞങ്ങൾ ഈ വർഷം തന്നെ പുതിയ ഫ്ലാറ്റിലേക്ക് മാറും. അവിടെ ഞാൻ വലിയ അടുക്കളയും വെക്കും. എനിക്ക് പറ്റില്ല ഈ ചെറിയ അടുക്കളയുള്ള വീട്ടിൽ കഴിയാൻ. പ്രിയ അതിനുശേഷം ആ ചെറിയ അടുക്കളയിൽ കയറിയിട്ട് പോലുമില്ല. അങ്ങനെ 1 വർഷത്തിനുള്ളിൽ അവർ വേറെ വലിയ ഫ്ലാറ്റിൽ താമസിച്ചു. പ്രിയയുടെ ഫ്ലാറ്റ് വലുതായെങ്കിലും അവളുടെ മനസ്സ് വളരെ ചെറുതായിരുന്നു. ജ്യോതിയുടെ അടുക്കള ചെറുതാണെങ്കിലും അവളുടെ മനസ്സ് വലുതാണ്. കല്യാണത്തിനു ശേഷം ജ്യോതി ആ കൊച്ചു അടുക്കളയിൽ ഒരുപാട് തവണ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് അമ്മായിയമ്മയ്ക്ക് തോന്നാറുണ്ടായിരുന്നു അടുക്കളയുടെ കുറച്ച് സ്ഥലത്ത് അടുക്കള വലുതാക്കി ആധുനിക കിച്ചൺ ചെയ്യാമെന്ന്. അതിനെക്കുറിച്ച് അവിടെ സംസാരം വന്നു. മോനെ, ഞാൻ ചിന്തിക്കുകയായിരുന്നു അടുക്കള കുറച്ച് വലുതാക്കിയാലോ എന്ന്. ഇപ്പോൾ കുടുംബവും വലുതായില്ലേ. മരുമോൾക്ക് ചെറിയ അടുക്കളയിൽ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അവൾ ഒരിക്കലും അത് പറഞ്ഞിട്ടില്ല. പക്ഷേ എന്റെ മനസ്സിൽ തോന്നുന്നുണ്ട് അടുത്ത വർഷമെങ്കിലും അടുക്കള വലുതാക്കണമെന്ന്. മരുമകൾക്കത് വലിയൊരു സഹായമാകും. ശരിയമ്മേ, ഞാൻ ഇന്ന് തന്നെ വലിയ അടുക്കള ഉണ്ടാക്കാൻ വേണ്ടി ഏതെങ്കിലും ഡീലറിനോട് സംസാരിക്കാം. ജ്യോതിക്ക് വേണ്ടി വലിയ അടുക്കള ഉണ്ടാക്കാനുള്ള സർപ്രൈസ് അമ്മായിയമ്മയ്ക്കും മകനുമിടയിൽ നടന്നു. ഇക്കാര്യങ്ങൾ തീരുമാനിച്ചപ്പോൾ പെട്ടെന്ന് നല്ല മഴക്കാലവും വന്നു. അങ്ങനെ ഒരു ദിവസം പ്രിയയുടെ അടുക്കളയിൽ വന്ന് പ്രിയ നോക്കിയപ്പോൾ അതിന്റെ ജനലിനടുത്തായി രാത്രി മഴ പെയ്ത് അടുക്കള മുഴുവനും വെള്ളം കയറിയിരുന്നു. അടുക്കളയിലുണ്ടായിരുന്ന ഉപകരണങ്ങളും സാധനങ്ങളും മഴവെള്ളത്തിൽ നശിച്ചുപോയി. പ്രിയയുടെ സുന്ദരമായ വലിയ അടുക്കള മഴ കാരണം നശിച്ചുപോയി. ഭക്ഷണം എങ്ങനെ ഉണ്ടാക്കുമെന്ന് പ്രിയ പേടിച്ചു.
പ്രിയേ, എനിക്ക് തോന്നുന്നത് ഗ്യാലറിയിൽ നമ്മൾ പുതിയ ജനൽ വെച്ചില്ലെങ്കിൽ വെള്ളം ഉള്ള ഒരു ജനലിൽ കൂടെ അകത്ത് വരും. ഇനിയിപ്പോൾ മഴ നിന്നിട്ടേ നമുക്ക് പുതിയ ജനൽ വയ്ക്കാനും പറ്റൂ. ഈ വെള്ളമെല്ലാം ജനലിലൂടെയാണ് വരുന്നത്. എന്തെങ്കിലുമൊക്കെ ചെയ്തേ പറ്റൂ. പക്ഷേ ഭക്ഷണം എങ്ങനെ ഉണ്ടാക്കും? അടുക്കളയിൽ നിൽക്കാൻ പോലും സ്ഥലമില്ല. എല്ലാം നശിച്ചുപോയി. കുഴപ്പമൊന്നുമില്ല. മഴയൊക്കെ തോരുമ്പോൾ എല്ലാ പ്രശ്നങ്ങളും തീരും. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ചേട്ടൻ്റെ വീട്ടിലേക്ക് പോകാം. അവിടെ പോയി കഴിക്കാം. പ്രിയയ്ക്ക് അതല്ലാതെ വേറെ മാർഗമില്ലായിരുന്നു. രവിയോടൊപ്പം ജ്യോതിയുടെ വീട്ടിലേക്ക് പോയി. ഒരു കുഴപ്പവുമില്ല മോളെ. നമ്മൾ പുതിയ പുതിയ വീട്ടിൽ താമസിക്കുമ്പോൾ ഇങ്ങനത്തെ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകും. പിന്നെ മനസ്സിലാകൂ കുഴപ്പമൊന്നുമില്ലെന്ന്. ശരിയാക്കാൻ പറ്റാത്ത എന്ത് കാര്യമാ ഉള്ളത്? ജ്യോതി എല്ലാവർക്കും വേണ്ടി ഭക്ഷണമുണ്ടാക്ക്. ചേച്ചി, ഞാനും വന്ന് സഹായിക്കാം. ഇത്രയും ചെറിയ അടുക്കളയിൽ ഇപ്പോൾ എങ്ങനെയുണ്ടാക്കും? ജ്യോതി ചേച്ചി, സോറി, ഞാൻ തെറ്റ് ചെയ്തു. ഞാൻ നമ്മുടെ ബന്ധമൊന്നും ചിന്തിച്ചേയില്ല. ഇപ്പോൾ നോക്ക്, ഞങ്ങൾക്ക് പ്രോബ്ലം വന്നപ്പോൾ നിങ്ങൾ വേണ്ടി വന്നു. നമുക്കിന്ന് ഒരുമിച്ച് ഭക്ഷണമുണ്ടാക്കാം. ആഹാ, അത് നന്നായി. ഒരിക്കലെങ്കിലും നീ ചെറിയ അടുക്കളയിൽ ഭക്ഷണമുണ്ടാക്ക്. കാരണം അടുത്ത തവണ നീ ഇവിടെ പാചകം ചെയ്യുമ്പോൾ ഇത് ചെറിയ അടുക്കളയായിരിക്കില്ല. കാരണം ഞങ്ങൾ ജ്യോതിക്ക് വേണ്ടി വലിയ അടുക്കള ഉണ്ടാക്കുകയാണ്. വലിയ അടുക്കള? എനിക്ക് മനസ്സിലാകുന്നില്ല. അതെ ജ്യോതി, അമ്മയുടെ തീരുമാനമാ. അടുത്ത വർഷത്തിനുള്ളിൽ ഈ അടുക്കളയെക്കുറിച്ച് നന്നാക്കി നമുക്ക് ഇതേ അടുക്കള തന്നെ വലുതാക്കാം. ആ തീരുമാനം നന്നായി ചേട്ടാ. ചേട്ടത്തി ഇത്രയും വർഷമായി ഈ ചെറിയ അടുക്കളയിലല്ലേ ജോലി ചെയ്യുന്നത്. ചൂട് സമയം വരുമ്പോൾ നല്ല ബുദ്ധിമുട്ടായിരിക്കും. വലിയ അടുക്കള ഉണ്ടാക്കി കഴിഞ്ഞാൽ ചേട്ടത്തിക്കും അതൊരു സഹായമാകും. ജ്യോതിയുടെ മുഖത്ത് സന്തോഷം തെളിഞ്ഞു. അവൾ ഇത്രയും കാലം ആ ചെറിയ അടുക്കളയിൽ കഷ്ടപ്പെട്ടിരുന്നു. എന്നാൽ ഇന്നവളുടെ ചെറിയ അടുക്കള വലിയ അടുക്കളയായി മാറാൻ പോകുന്നു. ചിലപ്പോൾ നമ്മൾ ഒന്നും ചോദിച്ചില്ലെങ്കിലും നമുക്കുള്ളത് വരിക തന്നെ ചെയ്യും. അതുകൊണ്ടെല്ലാവരും സഹനശീലമുള്ളവരായിരിക്കണം. അമ്മേ, നമ്മൾ എങ്ങനെ ഇവിടെ ജീവിക്കും? എന്ത് ഇരുട്ടാ ഇവിടെ. അതെ അമ്മേ, ഇവിടെ നല്ല നാറ്റവും ഉണ്ട്. കുഴപ്പമില്ല മക്കളെ, ഇന്ന് മാത്രമേ ഉള്ളൂ ഇത്. എന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് മാത്രമേ ഇവിടെ താമസിക്കുകയുള്ളൂ? നാളെ നമ്മൾ വേറെ സ്ഥലത്തേക്ക് പോകുമോ? സത്യം, നാളെ പുതിയ വീട്ടിലേക്ക് പോകുമോ? പറയച്ചാ. പിങ്കിയുടെയും സോനുവിന്റെയും നിഷ്കളങ്കമായ ചോദ്യത്തിന് അവർക്ക് ഉത്തരം കിട്ടിയില്ല. അങ്ങനെ കുറെ നേരത്തിനു ശേഷം കുട്ടികൾ ഇത് വീണ്ടും ചോദിച്ചപ്പോൾ അവസാനം അവരുടെ അമ്മ നിധി പറഞ്ഞു, ഇല്ല, നമ്മൾ എവിടേക്കും പോകുന്നില്ല. പുതിയ വീട്ടിലേക്ക് പോകണമെങ്കിൽ ഒരുപാട് പണം നമുക്ക് ആവശ്യം വരും. മനസ്സിലായല്ലോ? ഇപ്പോൾ മിണ്ടാതെ കിടക്ക്. പക്ഷേ അമ്മയല്ലേ ഇപ്പോൾ പറഞ്ഞത് ഇന്ന് മാത്രം ബുദ്ധിമുട്ടിയാൽ മതിയെന്ന്. ഞാൻ ഉദ്ദേശിച്ചത് ഇന്ന് താമസിക്കാൻ മാത്രമേ ബുദ്ധിമുട്ട് കാണൂ. അതിനുശേഷം ശീലമായിക്കോളും. പിന്നെ ഈ ഇരുട്ടും നാറ്റവും ഒന്നും നിങ്ങൾക്ക് പ്രശ്നമാവില്ല കുട്ടികളെ. ഇത് പറഞ്ഞപ്പോൾ നിധിയുടെ കണ്ണുകൾ നിറഞ്ഞു. അവളുടെ മക്കളും ഈ വേദന ചിലപ്പോൾ അനുഭവിക്കുന്നുണ്ടാകണം. അതുകൊണ്ടവർ വേറെയൊന്നും പറയാതെ മിണ്ടാതെ കണ്ണുകളടച്ച് ഉറങ്ങാൻ തുടങ്ങി. ഇതൊന്നും ഈ നഗരത്തിൽ ഞാൻ ചിന്തിച്ചിട്ടേയില്ല. എന്നാൽ ഇന്ന് നടക്കുന്നത് കണ്ടോ? സംഭവിച്ചതെല്ലാം സംഭവിച്ചു കഴിഞ്ഞു. നിങ്ങൾ ചിന്തിക്കാതെ കിടക്ക്. വേഗമുറങ്ങ്. നാളെ എഴുന്നേറ്റ് നമുക്ക് ബാക്കിയെല്ലാം ചിന്തിക്കാം. എന്നാൽ രണ്ടുപേർക്കും ഉറക്കം വന്നതേയില്ല. സൂരജ് ഉറങ്ങാതെ സംഭവിച്ച കാര്യങ്ങളെല്ലാം ആലോചിച്ച് കിടന്നുകൊണ്ടേയിരുന്നു. ആ കാഞ്ചി സേട്ട് കുറച്ച് ദയ കാണിക്കൂ. എന്റെ കൊച്ചു കുഞ്ഞുങ്ങളെ കൊണ്ട് ഞാൻ എവിടേക്ക് പോകാനാണ്? ഇതിൽ ഞാനിപ്പോൾ എന്ത് ചെയ്യാനാ? ഇത് നിന്റെ വിധിയാ. എവിടേക്കെങ്കിലും ഇറങ്ങിപ്പൊക്കോ. എങ്ങനെയെങ്കിലും എന്റെ മുറിയിൽ നിന്ന് ഒഴിഞ്ഞു തരണം. എടാ വാടാ, പെട്ടെന്ന് എല്ലാ സാധനങ്ങളും വെളിയിലെടുത്ത് കളയേ. പോയിട്ട് വേറെ പണിയുണ്ടെനിക്ക്. സേഠ്ജി, താങ്കളുടെ മുറിയുടെ വാടക ഞങ്ങൾ ഉറപ്പായും തരും. എന്നാൽ കുറച്ചു ദിവസത്തെ സാവകാശം വേണം. ഇത്രയും പണമുണ്ടായിട്ടും ചെറിയ മനസ്സ് കാണിക്കരുത്. കുറച്ച് കരുണ കാണിക്കൂ. നിന്നെ പോലെയുള്ളവന് നേരെ ദയ കാണിച്ചു കഴിഞ്ഞാൽ ഒരു ദിവസം ഞാനും നിന്നെ പോലെയൊക്കെ ആകും. എനിക്ക് ഭിക്ഷക്കാരനാകാൻ താല്പര്യമൊന്നുമില്ല. ഇതാണ് കാഞ്ചി സേട്ട്. അയാളുടെ തുണിമില്ലിലാണ് സൂരജിന്റെ ജോലി. എന്നാൽ എപ്പോഴാണോ ഒരു കാർ ആക്സിഡന്റിൽ സൂരജിന്റെ ഒരു കാൽ പോയത്, അപ്പോൾ മുതൽ കാഞ്ചി സേട്ടിന്റെ കണ്ണിലെ കരടാണവൻ. കാരണം ഒരു കാലില്ലാത്തതുകൊണ്ട് സൂരജിന് നന്നായി ജോലി ചെയ്യാനും കഴിഞ്ഞിരുന്നില്ല. അതുമാത്രമല്ലാതെ സൂരജും കുടുംബവും താമസിച്ചിരുന്ന മുറിയും കാഞ്ചി സേട്ടു സൂരജിന് വാടകയ്ക്ക് കൊടുത്തിരുന്നതായിരുന്നു. എന്നാൽ ചികിത്സയുടെയും മരുന്നുകളുടെയും കാരണം കൊണ്ട് സൂരജിന് വാടക കൊടുക്കാൻ കൃത്യമായി കഴിഞ്ഞിരുന്നില്ല. നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല സേഠ്ജി. എന്റെ ഈ അവസ്ഥയെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞിട്ടും നിങ്ങൾ എന്നെ വീട്ടിൽ നിന്നും പുറത്താക്കുന്നു. നിങ്ങൾ ഹൃദയമില്ലാത്തവനായി. നിനക്ക് മനസ്സിലായല്ലോ. ഇപ്പോൾ എന്റെ ഗുണത്തെക്കുറിച്ചൊക്കെ നിനക്ക് മനസ്സിലായില്ലേ? പോയിക്കോ ഇവിടെ നിന്നും. ഇനിയും എന്റെ മുൻപിൽ വന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ അത് എന്റെ പൈസ തിരികെ തരാനായിരിക്കണം. കേട്ടല്ലോ? സൂരജിനെയും കുടുംബത്തെയും അപമാനിച്ചതിനു ശേഷം കാഞ്ചി സേട്ടും അയാളുടെ ആളും പോയി. സൂരജിനും അയാളുടെ കുടുംബത്തിനും
എടുത്തുകൊണ്ടു പോകാനായി ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. എന്നാൽ അവരുടെ കയ്യിൽ എന്തൊക്കെയുണ്ടായിരുന്നു അത് കുട്ടികളോടൊപ്പം പങ്കുവെച്ച് അവർ സമയം ചിലവഴിച്ചിരുന്നു. എന്നാൽ സൂരജിന്റെ ഈ അവസ്ഥ കണ്ട് ആരും അവന് ജോലി കൊടുത്തില്ല. വഴിയില്ലാതെ നടന്നുകൊണ്ടേയിരുന്നു. വൈകുന്നേരമായപ്പോൾ നേരം ഇരുട്ടുന്നതിനു മുൻപായി തന്റെ ഭാര്യയോടും മക്കളോടുമൊപ്പം ഒരു സ്ഥലത്തേക്ക് പോയി. അവിടെ താമസിക്കുന്നതിനെക്കുറിച്ച് അവർക്ക് ചിന്തിക്കാനും പറ്റിയില്ല. നമ്മളിപ്പോൾ ഓടയിലാണെന്ന് വിശ്വാസം വരുന്നില്ല. എന്നാൽ ഈ സ്ഥലം അത്ര മോശമല്ല അല്ലേ? ഞാനിത് നാളെ നന്നായി വൃത്തിയാക്കാം. നമുക്കിവിടെ കളിമണ്ണ് കൊണ്ടൊരു അടുപ്പുണ്ടാക്കിയാലോ? പിന്നെ കിടക്കാനും ഒരു സ്ഥലം കണ്ടുപിടിക്കാം. പിന്നെ ഒരു പ്രശ്നവും വരില്ല. ഇല്ല നിധി, ഇന്നല്ലെങ്കിൽ നാളെ പ്രശ്നം നമുക്ക് വരും. നമ്മൾ ഇവിടെ നിന്നും ഇറങ്ങിക്കൊടുക്കേണ്ടി വരും. അയ്യോ, എന്തിനാ അങ്ങനെ പറയുന്നത്? ഇത് സർക്കാരിന്റെയല്ലേ? സർക്കാർ എങ്ങനെ അറിയും നമ്മളിവിടെ ഉള്ള കാര്യം? നമ്മളെ ആരിവിടെ നിന്നും പുറത്താക്കാനാ? നമ്മൾ പുറത്തു പോകേണ്ടി വരും. ഈ ഉണങ്ങിയ ഓടയിലേക്ക് വെള്ളം വീണ്ടും ഒന്ന് നിറയാൻ തുടങ്ങിയാൽ കുറേ വർഷമായിട്ട് ഈ ഓടയിൽ നിന്നും വെള്ളം ഒഴുകിയിട്ടില്ല. അതുകൊണ്ടാണ് ഇവിടെ ഉണങ്ങിക്കിടക്കുന്നത്. എന്നാൽ എന്നും ഇങ്ങനെ ആയിരിക്കില്ലല്ലോ. അതൊക്കെ നമുക്ക് അപ്പോൾ നോക്കാം. ഇതൊക്കെ ചിന്തിക്കുന്നത് നിർത്തി ഈ സ്ഥലം നമ്മുടെയാണെന്ന് ചിന്തിക്ക്. ശരി, നീ പോയി കിടക്ക്. നാളെ രാവിലെ ഞാൻ വെളിയിൽ പോയി കുറച്ച് ജോലി അന്വേഷിക്കാൻ നോക്കാം. എന്തെങ്കിലും കഴിക്കാനും കൊണ്ടുവരാം. നീ കുട്ടികളുടെ കൂടെ ചേർന്ന് ഇവിടെ വൃത്തിയാക്കാൻ നോക്ക്, കേട്ടോ? ശരി. അങ്ങനെ ഈ ഓടയുടെ താഴെ ആ പാവം കുടുംബം താമസിച്ചു. കുട്ടികൾക്ക് കളിക്കാൻ നല്ല സ്ഥലവും കിട്ടി. അവർക്കും സന്തോഷമായി. എന്നാൽ അപ്പോഴും ഒരു പ്രശ്നമുണ്ടായിരുന്നു. അമ്മേ, വിശക്കുന്നുണ്ട്. അച്ഛൻ എപ്പോൾ വരും ഭക്ഷണം കൊണ്ട്? ഇപ്പോൾ വരും മോളെ. കുട്ടികളുടെ വിശപ്പുള്ള മുഖം നിധിക്ക് കണ്ടു നിൽക്കാൻ പറ്റിയില്ല. പുറത്തേക്കു പോയി ഒരു ജോലി കണ്ടെത്താൻ അവൾ തീരുമാനിച്ചു. എന്നാൽ അത് ചെയ്യുന്നതിനു മുൻപ് വേറെ ഒരു പ്രശ്നം ഉണ്ടായി. നിങ്ങൾ വന്നോ? ഞങ്ങൾ പേടിച്ചിരിക്കുമായിരുന്നു. ഈ ശബ്ദം എന്താണ്? മുകളിൽ എന്താ? എന്തു പറയാനാ നിധി, മുകളിൽ നല്ല മഴയാണ്. 4 വശത്തും വെള്ളം തന്നെ. എല്ലാം ഒഴുകി പോകുമെന്നാ തോന്നുന്നത്. എന്റെ ദൈവമേ, നോക്കൂ, മുകളിൽ ഇത്ര വെള്ളമാണെങ്കിൽ അപ്പോ ഇവിടെ? ഇല്ല, നമുക്ക് ആപത്ത് വരില്ലെന്നാണ് തോന്നുന്നത്. കാരണം ഈ ഓടയുടെ അടപ്പ് വളരെ ചെറുതാണ്. വർഷങ്ങളോളം അടഞ്ഞു കിടന്നിരുന്നത് കൊണ്ട് അത് ജാമായിട്ടുണ്ടാകും. എല്ലാ സമയവും അത് തുറക്കാൻ ഞാൻ ഒരുപാട് കഷ്ടപ്പെടുന്നുമുണ്ട്. അതുകൊണ്ട് വെള്ളം വന്ന് അത് തുറക്കാൻ ഒരു വഴിയുമില്ലെന്നാ തോന്നുന്നത്. ദൈവം രക്ഷിച്ചു. ദൈവത്തിന്റെ വീട് വെളിച്ചത്തിലാണ്, ഇരുട്ടിലല്ല. എന്നുവെച്ചാൽ? നോക്കൂ, ഈ ധനികർക്കെല്ലാം അഹങ്കാരമാണ് അവരുടെ പണത്തെക്കുറിച്ച് ഓർത്ത്. നമ്മളെ ആരും സഹായിച്ചില്ല. അവരെ എല്ലാം ദൈവം ശപിച്ചു. നമുക്ക് സംഭവിച്ചതുപോലെ അവർക്കും സംഭവിച്ചു. ഇല്ല നിധി, മറ്റുള്ളവരെ കുറിച്ച് ഇങ്ങനെ ചിന്തിക്കാൻ പാടില്ല. എനിക്കെന്താണ് തോന്നുന്നതെന്നാൽ ഈ സമയം നമ്മൾ എല്ലാവരെയും സഹായിക്കണം. എന്നുവെച്ചാൽ നമുക്കെങ്ങനെ അവരെ സഹായിക്കാൻ പറ്റും? നോക്കൂ നിധി, ഞാൻ പറയുന്നത് കേൾക്ക്. ഇത് വെള്ളം ശുദ്ധീകരിക്കാനുള്ള ഓടയാണ്. പ്രത്യേകിച്ച് വെള്ളപ്പൊക്കം വരുന്ന സമയത്ത് മുകളിലുള്ള വെള്ളം ഇതുവഴി പോയി തന്നെ ആകണം. എന്നാലേ മുകളിലെ വെള്ളം കുറയൂ. നിങ്ങൾ ഈ പറഞ്ഞു വരുന്നത്? അതെ നിധി, നീ ചിന്തിച്ചത് ശരിയാ. നമുക്ക് ഈ ഓടയുടെ അടപ്പ് തുറന്നേ പറ്റൂ. നിങ്ങൾ എന്താ ഈ പറയുന്നത്? ഇവിടെയും വെള്ളം കയറില്ലേ? പിന്നെ നമ്മൾ എങ്ങനെ ജീവിക്കും? മക്കളെക്കുറിച്ച് കൂടി ഒന്ന് ചിന്തിച്ചു നോക്ക്. നമ്മളെക്കുറിച്ച് ഒന്നും ചിന്തിക്കാത്ത ആൾക്കാർക്ക് വേണ്ടി നിങ്ങൾ ഇത്രയൊക്കെ ചെയ്തു കൊടുക്കേണ്ട ആവശ്യം ഇവിടെ ഉണ്ടോ? നിധി, നമ്മളെക്കുറിച്ച് അവർ ഓർത്തില്ലെങ്കിൽ എന്താ? നമ്മളെന്തിന് നമ്മളുടെ ചിന്ത മാറ്റണം? നമ്മൾ ഈ നഗരത്തിന്റെ നല്ലതിനു വേണ്ടി ഇത് ചെയ്തേ പറ്റൂ. പക്ഷേ ഇതിൽ നമ്മുടെ ജീവനും അപകടത്തിലല്ലേ? ഇല്ല, ഓട തുറക്കുമ്പോൾ നിന്നെയും മക്കളെയും ഞാൻ പുറത്തേക്ക് വിടും. അപ്പോൾ നിങ്ങൾ? എനിക്കിവിടെ കുറച്ചു നേരം നിന്നേ പറ്റൂ. വെള്ളത്തോടൊപ്പം ആരെങ്കിലും ഇതിലേക്ക് വന്നാൽ അവരെ സഹായിക്കാൻ വേണ്ടി. എന്നാൽ നീ വിഷമിക്കണ്ട. മുകളിലെ വെള്ളം കുറയുമ്പോൾ ഞാൻ മുകളിലേക്ക് വരും. സൂരജിന്റെ ആത്മവിശ്വാസവും നല്ല ചിന്തയും കണ്ട് അവൾ അത്ഭുതപ്പെട്ടു. പിന്നെ സൂരജ് എങ്ങനെ പറഞ്ഞോ അവർ അങ്ങനെ തന്നെ ചെയ്തു. ആദ്യം നിധിയെയും കുട്ടികളെയും പുറത്തേക്ക് കൊണ്ടുപോയി. അതോടൊപ്പം വെളിയിലെ വെള്ളം ആ വഴിയിലൂടെ ശക്തമായി ഓടയുടെ അകത്തേക്കും വന്നു. അതിനുശേഷം സൂരജ് ഒരുപാട് ആളുകളെ രക്ഷിച്ചു. അങ്ങനെ ഒരുപാട് സമയത്തെ പരിശ്രമത്തിന് ശേഷം വെള്ളപ്പൊക്കത്തിന്റെ അളവ് കുറഞ്ഞു. അങ്ങനെ അവസാനം അതുകൊണ്ടുള്ള അപകടവും കുറഞ്ഞു. സൂരജും കുഴപ്പമൊന്നുമില്ലാതെ ഓടയിൽ നിന്നും വെളിയിൽ വന്നു. എന്നാൽ വീണ്ടും അവനും അവന്റെ കുടുംബത്തിനും വീട് നഷ്ടമായി. എന്നാൽ പെട്ടെന്ന് അവിടെ ഒരു അത്ഭുതം നടന്നു. ഞാനിവിടുത്തെ ഹോം മിനിസ്റ്ററാണ്, വിശ്വനാഥ് പാരിക്. അതെ സാർ, സാറിനെ എനിക്കറിയാം. നമസ്കാരം സാർ. നമസ്കാരം. എന്നാൽ സൂരജ്, താങ്കളിപ്പോൾ വളരെ ഫേമസ് ആണ്. താങ്കൾ ഈ നഗരത്തിനെ ഈ പേമാരിയിൽ നിന്നും രക്ഷിച്ചതിനെ എത്ര പ്രശംസിച്ചാലും മതിയാകില്ല. പക്ഷേ സാർ, താങ്കൾ ഇതൊക്കെ എങ്ങനെ അറിഞ്ഞു? അതെങ്ങനെയാണ്? എനിക്ക് മാത്രമല്ല, ഈ നഗരം മുഴുവനും അറിയാം. പെട്ടെന്ന് വെള്ളപ്പൊക്കം വന്നപ്പോൾ എല്ലാവരും പേടിച്ചു വിരണ്ടു. പക്ഷേ പെട്ടെന്ന് വെള്ളത്തിന്റെ ലെവൽ കുറഞ്ഞു വന്നപ്പോൾ ആർക്കും ഒന്നും മനസ്സിലാകാതെ നിന്നു. ഇവിടെ എന്ത് അത്ഭുതമാണ് നടക്കുന്നതെന്ന്. ഈ അത്ഭുതത്തിന് ഞങ്ങൾക്ക് ഉത്തരം തന്നത് ഇവിടുത്തെ CCTV ഫുട്ടേജാണ്.
ആരൊക്കെ അകത്തുണ്ടായിരുന്നു പുറത്തുണ്ടായിരുന്നു, നിങ്ങൾ അകത്തായിരുന്നു. നിങ്ങൾ ഈ നഗരത്തിന്റെ ഹീറോയാണ്. എന്നാൽ ഒരു കാര്യം പറയൂ, നിങ്ങൾ ഈ ഓടയുടെ അകത്ത് എന്തു ചെയ്യുകയായിരുന്നു? അങ്ങനെ സൂരജ് തന്റെ മുഴുവൻ കഥയും മന്ത്രിയോട് പറഞ്ഞു. കൊള്ളാമല്ലോ, ഈ നഗരം നിങ്ങളോട് എന്തൊക്കെ ചെയ്തു. എന്നാൽ നിങ്ങൾ തിരിച്ചു ചെയ്തതോ വളരെ വലിയ ഉപകാരമാണ്. എന്നാൽ നിങ്ങൾ ഈ നഗരത്തിന് തെറ്റു മനസ്സിലാക്കി കൊടുത്തു. വരൂ സൂരജ്, നിങ്ങൾ എൻ്റെ ഒപ്പം വരൂ. സാർ, എവിടേക്കാണ് സാർ? നിങ്ങളുടെ ഗവൺമെൻറ് വീട്ടിലേക്ക് വന്ന് കുറച്ച് വിശ്രമിക്കൂ. കാരണം നാളെ മുതൽ നിങ്ങൾക്ക് ജോലിയുമുണ്ട്. സുഹൃത്തെ, നിങ്ങൾക്ക് സർക്കാർ ജോലി കിട്ടി. നാളെ മുതൽ ഞങ്ങളുടെ കൂടെയാണ് നിങ്ങൾ ജോലി ചെയ്യുന്നത്. അങ്ങനെ എല്ലാം നന്നായി നടന്നു. ഇപ്പോൾ സൂരജിന് ജോലിയുമായി അവർക്ക് പുതിയ വീടും കിട്ടി. മറുവശത്ത് കാഞ്ചി സേട്ടുവിന് അയാൾക്കുണ്ടായിരുന്നത് വെള്ളപ്പൊക്കത്തിൽ നഷ്ടമായി. അയാൾ അയാളുടെ തലയിൽ കൈവച്ച് കരഞ്ഞുകൊണ്ടേയിരുന്നു. Thanks for watching.